പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന ആലത്തൂർ മേഖലയിൽ ആരംഭിച്ചു. താലൂക്ക് തല സബ് ആർടിഒ ഓഫീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ക്യാമ്പ് നടത്തിയാണ് പരിശോധന പുരോഗമിക്കുന്നത്. ആലത്തൂർ പുതുക്കുളങ്ങര ക്ഷേത്ര മൈതാനത്താണ് സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന നടന്നത്. ആദ്യ ദിനത്തിൽ ആലത്തൂർ മേഖലയിൽ 100ഓളം വാഹനങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇതിൽ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വീഴ്ച വരുത്തിയ 10 വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ലഭിച്ചില്ല. വിവിധ കാരണങ്ങളാലാണ് ഈ ബസ്സുകൾ തിരിച്ചയച്ചത്. സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ്, CBSE സ്കൂളുകളിലെ വാഹനങ്ങളാണ് പരിശോധന നടത്തിയത്. വാഹനത്തിന്റെ പൊതുവായ പ്രവർത്തനക്ഷമത, പഴക്കത്തിനനുസരിച്ചുള്ള അറ്റകുറ്റപ്പണികൾ എന്നിവയോടൊപ്പം വേഗപ്പൂട്ട്, GPS, പ്രഥമ ശുശ്രൂഷ കിറ്റ്, അഗ്നിശമനോപാധികൾ എന്നിവയും കൃത്യമായി പരിശോധിച്ചു. സ്കൂൾ ബസ്സുകളിൽ GPS ഘടിപ്പിച്ച് വിദ്യാവാഹന ആപ്പിലെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച വാഹനങ്ങളാണ് പരിശോധിച്ചത്. പരിശോധനയിൽ സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കണ്ടെത്തുന്ന വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ചെക്ക്ഡ് ഓക്കെ എന്ന പ്രത്യേക സ്റ്റിക്കർ പതിപ്പിച്ചു. ജൂൺ മാസത്തിൽ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഈ സ്റ്റിക്കർ ഇല്ലാത്ത ഒരു സ്കൂൾ ബസ്സും സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് ജോയിന്റ് RTO KR രാജു വ്യക്തമാക്കി. കുട്ടികളുടെ റോഡ് സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സ്കൂൾ ബസ്സുകൾ ചെക്ക് ചെയ്യുന്നത്. എല്ലാ വർഷവും കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്നതാണിത്. പരിശോധനയിൽ വീഴ്ച വരുന്ന വാഹനങ്ങൾ അത് റെക്ടിഫൈ ചെയ്തതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റിക്കർ ഇവിടുന്ന് നൽകുന്നതാണ്. ഇത് എല്ലാ ഡ്രൈവർമാർക്കും, ആയമാർക്കും, അതുപോലെ സ്കൂളിൽ വാഹനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന സ്റ്റാഫിനും ആണ് ഈ ട്രെയിനിങ് നമ്മൾ നൽകി വരുന്നത്. 20-ാം തീയതിയും ഇത് തുടരുന്നതാണ്. അന്നും ഹാജരാകാൻ സാധിക്കാത്തവർക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇൻസ്പെക്ട് ചെയ്തിട്ട് അതിൽ വിജയിക്കുന്ന വാഹനങ്ങൾക്ക് ഇവിടുന്ന് സ്റ്റിക്കർ നൽകുന്നതാണ്. ഇത് ആലത്തൂരുള്ള എല്ലാ സ്കൂളുകൾക്കും ബാധകമാണ്. സ്കൂൾ ബസ്സുകളുള്ള എല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് വാഹനം പരിശോധിപ്പിക്കേണ്ടതാണ്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് എല്ലാവരും ഉപയോഗിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ വാഹനങ്ങൾ പരിശോധനയിൽ പ്രധാനമായിട്ടും നോക്കുന്നത് ക്യാമറ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നൂതനമായിട്ടുള്ള ഫ്രണ്ടിൽ ആൾക്കാർ ക്രോസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ, കുട്ടികൾ ക്രോസ് ചെയ്തിട്ട് അപകടങ്ങളുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡ്രൈവർക്ക് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള മിററുകൾ പിടിപ്പിക്കണം. അങ്ങനെയുള്ള എക്സ്ട്രാ വന്നിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും പിടിപ്പിക്കേണ്ടതാണ്. അതുൾപ്പെടെയാണ് നമ്മളിവിടെ പരിശോധന നടത്തുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ്. അതും നോർമലായിട്ടുള്ള പരിശോധനയിൽ പെടുന്നതാണ്. വരുന്ന സമയം മഴ ഉള്ളതിനാൽ വൈപ്പർ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. വാഹന പരിശോധനയ്ക്ക് പുറമെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും അറ്റൻഡർമാർക്കുമായി പ്രത്യേക സുരക്ഷാ പരിശീലനവും വരും ദിവസങ്ങളിൽ നൽകും. ലഹരി ഉപയോഗം, റോഡ് സേഫ്റ്റി, കുട്ടികളുടെ സുരക്ഷ, സമൂഹ മാധ്യമങ്ങളുടെ ഇടപെടൽ, സ്കൂൾ ബസ്സിൽ ആയമാരുടെ ആവശ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസ് എടുക്കും. UTV ന്യൂസ്, പാലക്കാട്.